നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തി. ഇതെനിക്ക് ടോട്ടലി സ്ഥലം എന്താണ്, നമ്മളെവിടെ പോകുന്നു എന്ന് പറഞ്ഞ് വന്നു. 1 ഡേ ട്രിപ്പിനാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസോ എവിടെയാണെന്നോ റിസോർട്ട് എവിടെയാണെന്നോ വഴി എവിടെയാണെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല. ജസ്റ്റ് അങ്ങ് വന്നു, ഇതാ എത്തി. ഇനി വേണം ഇത് ഏതാ എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. ഓസി ബേബിയൊന്നും വന്നില്ല, അതെനിക്കൊരു വലിയ സങ്കടമാണ്. പക്ഷേ ഓസിക്ക് ബേബിയെ കൊണ്ടൊക്കെ ഇത്രയും ട്രാവൽ ചെയ്യാൻ, കാർ ട്രാവൽ തീരെ താല്പര്യമില്ല. 1 hour കൂടുതൽ ട്രാവൽ ചെയ്തു. അതാണ് ഓസി വരാത്തത്. ഓസിക്ക് അവിടെ ഓസി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഓസി അവിടെ നിന്ന് ചെയ്യേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഓസിയും ബേബിയും വരാം. ഓസിയും ബേബിയും അശ്വിൻ അവരും കൂടെയൊക്കെ ആ ഗ്യാങ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ബീൻ ലിറ്റിൽ മോർ ഹാപ്പി. എന്നാലും കുഴപ്പമില്ല. നൈസ് പ്ലേസ്. എൻ്റെ പേര് കൂടി ഇനി വേണം ചോദിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും. പ്ലേസ് ലുക്സ് നൈസ്. ട്രിവാൻഡ്രത്തിന് അടുത്ത് തന്നെയാണ്. ഐ തിങ്ക് അറൗണ്ട് 40 kilometers or 50 kilometers. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി അങ്ങോട്ടൊക്കെ ചെന്നിട്ട് അത് ഷെയർ വിത്തിയുള്ളൂ. ഓക്കെ. മാമയ്ക്ക് ഈ മാല ഓർമ്മയുണ്ടോ? പണ്ട് നമുക്ക് ലീലയിൽ നിന്ന് കിട്ടിയ ഇതുപോലത്തെ മാലകളിട്ടാണ് ഹൻസു ഡാൻസ് കളിച്ചത്. ചുന്ദരി. യു മിസ്സിങ് ഓമി? അടുത്ത വർഷം അവൻ സംസാരിച്ചു കൊടുക്കും. അവൻ പറയും എനിക്കും പോണം. ജ്യൂസ് കിട്ടി. പാഷൻ ഫ്രൂട്ടാണോ? പാഷൻ ഫ്രൂട്ടാണ്. കൊള്ളാം. ചിന്ന ലോക്കറ്റ്. കിളിമഞ്ചാരോ എന്റെ വക കിളിമഞ്ചാരോ 2.0 വരാൻ പോവാ. ഞാൻ ഈ ലോകത്തല്ല. അല്ല, കാർ സിക്നസ് അതെനിക്ക് അമ്മൂന് ഡ്രസ് നല്ല ഭംഗിയുണ്ട്. ഹൻസു, ഈവൻ യുവർ ഡ്രസ് ഇസ് നൈസ്. അത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അതിന് വെള്ളം വീണതല്ല, ഞാൻ ഇങ്ങനെ വെച്ച് അവിടുത്തെ ഉടയ്ക്കാൻ കണ്ടോ. I like Ammu's dress. I like that material. Yeah. This is same material. Oh yeah. Modal. That material on darker shades is very good. Yeah. I saw. Please. Sun kissed. Take video moms. Okay, bannu. Ishani evde? Wow, Sindhu. Wow, Sindhu. Wow, Sindhu. Wow, Sindhu. Oh, look at that. Wow. Oh my God. We reached Switzerland. Wait. Okay. Happy birthday to you. Happy birthday to you. Happy birthday, dear Sindhu. Happy birthday to you. Wow. Oh, thank you. Oh, Wow. my God. Yeah. Raining fish. So beautiful. Close the water. The water body comes near. This is actually catchment area for that, right? This is the catchment Mummy, area. ഒന്നും കൂടെ. You love it? Yeah, it's a beautiful place. Look at the bathroom. Gotcha. Oh, what a view. അടിപൊളി. ഇതുപോലെ ഒരു സ്ഥലം ജസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഈ ട്രിവാൻഡ്രത്ത് 54 വർഷം കറങ്ങി നടന്ന് എനിക്കറിയില്ലായിരുന്നു.
എവിടെയോ കണ്ടിട്ടുള്ളല്ലോ. ആരാ ചെക്കൻ? ഹലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. Kerala. ആ Thiruvananthapuram. ഓ, യു ആർ ഫ്രം തിരുവനന്തപുരം. ഓക്കെ, കൊള്ളാല്ലേ. Super. കിച്ചൻ എന്താ ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു ഇങ്ങനത്തെ സ്ഥലം? അപ്പുറത്ത് തൊട്ടപ്പുറത്തെ സ്ഥലം എനിക്കറിയാൻ വരാറുണ്ട്. എവിടെ? തൃപ്പരപ്പ്. അവിടെ വാട്ടർഫോൾസ് ഉണ്ട്. ഡാം തുറക്കുമ്പോൾ അവിടെ വരുമല്ലോ. ഓ, അസാമാന്യ സ്ഥലം. ഇത് കൊള്ളാല്ലേ കലക്കി. Open. Open. അല്ല, എനിക്ക് വെയിൽ പ്രശ്നം. ആണോ? ഓക്കെ. കുറച്ച് ഓപ്പൺ. ബുദ്ധിമുട്ടാ? ഞാനാണെങ്കിൽ എന്നും വീട് കഴിക്കണമെങ്കിൽ അത് പ്രശ്നമല്ലായിരുന്നു. ഇവിടെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുമോ? എത്ര നോക്കാൻ പറ്റും കണ്ണ്? അത്ര പറ്റും. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഓപ്പൺ. അയ്യോ, ഭയങ്കര വെയിൽ. നോക്കട്ടെ. ഇപ്പൊ വെയില് പോയില്ലേ? നോക്കട്ടെ, വെയിലുണ്ടോ? നോ, ലിറ്റിൽ ഫോർവേഡ് പ്ലീസ്. ഇതിനകത്തൊരു പാമ്പ് കാണും. പാമ്പല്ലേ, പല്ലിയല്ലല്ലോ. വെയിലുണ്ടോ? യെസ്, പക്ഷെ വെയിലേ ഭയങ്കര അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഓപ്പൺ. നേരത്തെ എന്തോന്നും എടുത്തേ. അമ്മുവിൻ്റെ വക ഒരു സർപ്രൈസ് ആയിരുന്നു ഈ ഒരു റിസോർട്ട്. ആക്ച്വലി ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഈ സ്ഥലമൊക്കെ അഡ്മയർ ചെയ്യുമ്പോഴും എനിക്ക് റിസോർട്ടിന്റെ പേരോ ഡീറ്റെയിൽസോ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. Anantya Resort. ആൻഡ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏത് ഏരിയയിലോട്ടാണെന്ന് പോലും എനിക്കറിയത്തില്ല. I don't know. മാപ്പ് ഇട്ടെങ്കിൽ വന്നാൽ മതി. കിച്ചുന് ഏകദേശം അടുത്ത് വരെയുള്ള നെയ്യാർ ഡാം, ചിറ്റാർ ഡാമോ? കിച്ചു ഈ സ്ഥലം ഏതാ? ഇപ്പുറമാണ്. അല്ല, അവിടെ എല്ലാം അവിടെ. അപ്പോൾ ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, ബ്യൂട്ടിഫുൾ. ലൈക്ക് ആക്ച്വലി സ്വിറ്റ്സർലാൻഡിന്റെ ലുക്ക് ഉണ്ട്. അങ്ങോട്ട് നോക്കിയേ, ആ മരങ്ങളും ആ വെള്ളവും കാണുമ്പോൾ എക്സാക്ട്ലി നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കൺട്രി സൈഡിൽ കൂടെ അവിടെ കുറച്ച് പൂക്കളും പിന്നെ ആശയങ്ങളുള്ള കുറച്ച് ബിൽഡിങ്സ് കൂടെ കാണും. അല്ലാതെ നമ്മൾ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇതേ ലുക്കുള്ള സ്ഥലങ്ങൾ അവിടെ എവിടേക്കോ കാണാൻ കഴിയും. ആൻഡ് ഞാൻ ആലോചിക്കുക, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്താണ് സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആക്ച്വലി സിനിമയിലൊന്നും ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ടിട്ടേ ഇല്ല. ഇതൊന്നും ആരും ഒരുപക്ഷെ വന്നെത്താത്ത സ്ഥലമായിരിക്കാം അല്ലേ? ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ചെറിയ ലുക്കുള്ള സ്ഥലങ്ങൾ ഊട്ടിയിലുണ്ട്. നമ്മൾ 1000 സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഏകദേശം ഇതേ ലുക്കുള്ള ഒരു സ്ഥലം ഊട്ടി. ലേക്കല്ല, അല്ലാതെ ഇതുപോലെ ലേക്ക് പോലെയുള്ള ബാക്കിൽ മൗണ്ടനും ഇതുപോലെ കുറച്ച് മരങ്ങളും കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ ഊട്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ധാരാളം സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എന്താ ഇവിടെ ഇതുവരെ കാണിക്കാത്തത്. അടിപൊളി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ സർപ്രൈസ് ഫോർ മീ. ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഐ വാസ് ആസ്കിങ് ലൈക്ക്, ബിക്കോസ് അറ്റ് പ്രസന്റ് വി ഹാവ് എ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് ഹാപ്പനിങ്. ലൈക്ക് മൈ ഫാദർ വാസ് ലൈക്ക് അൺവെൽ. ഇപ്പോൾ ഈസ് ഓക്കെ, ബാക്ക് അറ്റ് ഹോം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ലൈക്ക് എപ്പോൾ വേണോ എനിക്കൊരു ഫോൺ കോൾ വരാം. ലൈക്ക് എപ്പോഴും ഒരു എമർജൻസി പോലത്തെ ഒരു ഇതാണ്. ഓസിയുടെ ജസ്റ്റ് ഷോപ്പ് ഓപ്പൺ ആയി, അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ കൂടെ ഇടയിലാണല്ലോ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സെപ്റ്റംബർ 30 ഹൻസുവിൻ്റെ ബർത്ത്ഡേ, ഒക്ടോബർ 13 അമ്മുവിൻ്റെ ബർത്ത്ഡേ, നവംബർ 1 ഇഷാനിയുടേത്, ഇപ്പോൾ നവംബർ 7 എൻ്റെത്. ലാസ്റ്റ് ബർത്ത്ഡേ ഓഫ് ദി ഇയർ ആണ്. സോ ലൈക്ക് ടപടപടപയെന്ന് എല്ലാം കൂടെ വന്ന് ഇപ്പോൾ അമ്മുവിൻ്റെ ബർത്ത്ഡേ സമയത്തും ഹൻസുവിന് അവളുടെ ഇൻറ്റേർണൽ എക്സാം നടക്കുമായിരുന്നു. ഇപ്പോൾ ഇഷാനിയുടേതും എൻ്റെതും ഈ ടൈമിലും ഹൻസ് കുട്ടിക്ക് എക്സാം നടക്കുവാണ്. സോ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയോ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടും. ബട്ട് എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി. കുറേ നാളായി ഇങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്, അതും ട്രിവാൻഡ്രം ചുറ്റിപ്പറ്റിയൊക്കെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോസിയെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നമ്മൾ പണ്ട് പൊന്മുടി പോയിട്ടുണ്ട്. അന്നൊരു സീരിയൽ ഷൂട്ടിങ്ങിനായിട്ട് പോയതാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വളരെ അടുത്ത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം കൊള്ളാലോ. മൂന്നാറൊക്കെ പിള്ളേരൊക്കെ പോയിട്ടുണ്ട്, ഞാനും ഹൻസും പോയിട്ടില്ല. പലപ്പോഴും അവിടെ നിന്ന് പല റിസോർട്ടിലും നമുക്ക് ഇൻവൈറ്റ് കിട്ടാറുണ്ട്. പക്ഷെ ട്രാവലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടി. എനിക്ക് ഒരു കാർ ട്രാവൽ തീരെ ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ വിചാരിക്കും അത്രയും കഷ്ടപ്പെട്ടൊക്കെ യാത്ര ചെയ്യാനാണെങ്കിൽ എന്നാൽ പിന്നെ ഫ്ലൈറ്റ് കയറി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ട്രാവൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ സിക്നസ് ഉള്ളവരാണ്. അല്ലെ കാറിലിരുന്നാൽ പെട്ടെന്ന് ഛർദ്ദിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഹോൾ ഫാമിലി, ഓൾ ഓഫ് അസ്, എവ്രിബഡി. ഹോമിക്കുട്ടി അങ്ങനെ ആവുമോ എന്തോ. ഐ മിസ്സിങ് ഹോമിക്കുട്ടി, മിസ്സിങ് ഓസി വിട്ടപ്പോഴത്തേൻ പ്രാക്ടിക്കൽ അല്ല വിത്ത് ബേബി കമ്മിങ്. ആൻഡ്
1 hour ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലം. ഓസിയോ സെയിം വേണ്ട നെക്സ്റ്റ് ടൈം ആവട്ടെ വേണ്ട. ആൻഡ് അവർക്ക് ഓഫീസിലും കുറേ വർക്ക് ബാലൻസ് ഉണ്ട്. സോ പിന്നെ നമ്മൾ കമ്പൽ ചെയ്യാൻ നിന്നില്ല, വി ജസ്റ്റ് ഗെയിം. ഞാനിങ്ങനെ വന്നു എന്നല്ലാതെ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വലിയ പിടിയില്ല. ഈ വണ്ടി വിട്ട് എങ്ങോട്ടേക്കാണ് ഇങ്ങനെ ഇതേത് സ്ഥലം ഏതോ ഒരു ഏരിയ വരെ കാട്ടാക്കട വരെ ഞാൻ കാട്ടാക്കട എത്ര. അപ്പോൾ ആലോചിച്ചാൽ ഓസിക്ക് അഞ്ജലി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് കാട്ടാക്കട ഉള്ളത്. ഓസി പല പ്രാവശ്യം അഞ്ജലിയെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാനൊക്കെ അതുവരെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയും അയ്യോ ഓസി ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ടുണ്ടോ ആ കുട്ടിയെ വിടാൻ. ബിക്കോസ് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ വിത്ത് യു ഓൾ. ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പച്ചിയുടെ നാള് വെച്ചിട്ടുള്ള ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ അത് എൻ്റെ ബർത്ത്ഡേയുടെ അടുത്തൊന്നും അല്ലായിരുന്നു, വേറെ എവിടെയോ ജസ്റ്റ് ഫെൽ ഓൺ സം അതർ ഡേ. എന്നാലും ഇന്നലെ അതുപോലെയായിരുന്നു. ഷീസ് ഓൾസോ വെരി ഹാപ്പി. അയ്യോ പറഞ്ഞപ്പോഴാണ് അപ്പച്ചിക്ക് വേണ്ടി വാങ്ങിച്ച കേക്കിൻ്റെ ഒരു പീസ് കഴിക്കണം എന്ന് വെച്ചിട്ട് പിന്നെ മറന്നുപോയി. ഡബ്ബയിലൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ആ സമയത്ത് ഞാൻ കഴിച്ചില്ല നല്ലപോലെ. പിന്നെ ഒരു പീസ് നന്നായിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു, ലഞ്ച് കഴിച്ചിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വിട്ടുപോയി. നല്ല വെതർ. ഓ മഴയത്തൊക്കെ എന്ത് രസമായിരിക്കുമല്ലേ ഈ സ്ഥലം കാണാൻ. നമ്മുടെ റൂമൊക്കെ അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനെനിക്ക് ചെയ്ത ഹണിമൂണിന് വരുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് റൂം ഇരുന്നത്. അടിപൊളിയുടെ എത്ര റോസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തത്. വെരി സ്വീറ്റ് ഓഫ് ദ ഗേൾസ്. അമ്മുവാണ് ഇങ്ങനെയുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സും എടുക്കുന്നത് കേട്ടോ. ലൈക്ക് ഡൂയിങ് ഓൾ സ്മോൾ തിങ്സ് മേ ബി ടു മേക്ക് എ ഡിഫറൻസ് ആൻഡ് മേക്ക് അസ് ഫീൽ ലൈക്ക് important, or just giving us back something that we've tried to give them. That's nice. It's nice when our children like അവർ നമ്മളൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. ഇറ്റ്സ് നൈസ്. ഐ ലൈക്ഡ് ഇറ്റ്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഇനി വൈകുന്നേരം ഞാൻ ഇന്നൊരു പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. ഇപ്പം അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ്, പുതിയൊരു സൽവാർ കൊണ്ടുവന്നിട്ടുണ്ട്. മേ ബി നൈറ്റ് വി ഗോയിങ് ഫോർ എ ഡിന്നർ വിൽ വെയർ ദാറ്റ്. ഐ ജസ്റ്റ് ലവ് ദ ഡ്രസ് അമ്മൂസ് വെയറിങ്. ഏതോ ഒരു പേജിൽ നിന്ന് വാങ്ങിയത്. ഞാൻ അമ്മൂനോട് പറഞ്ഞ് എനിക്ക് ആ പേജിൻ്റെ ഡീറ്റെയിൽ ഇട്ട് തരണേ, അത് ഓസിക്കും ചേരും. ആ ടൈപ്പ് ഓസിക്കും കൂടെ 2-3 ഓർഡർ ചെയ്യണം. എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു അത്, ബിക്കോസ് ഇറ്റ്സ് പ്യോർ അജ്രക്. ഞാനിട്ടേക്കണത് ആ തുണിയാണ്, അജ്രക്കിൻ്റെ തുണി. എൻ്റെത് എത്നിക് മ്യൂസിക് സ്റ്റിച്ച് ചെയ്ത ഈ ഡ്രസ്സായിരുന്നു ഓസിയുടെ വളരെ ഹിറ്റായിട്ടുള്ള ഡെലിവറി ബ്ലോഗിൽ ആയിട്ടിരുന്ന ഡ്രസ്സ്. യെല്ലോ കളർ. ഇറ്റ്സ് നോട്ട് യെല്ലോ, സം അതുപോലത്തെ ഫ്ലോറസെൻറ്റ് കളറാണ്, ബട്ട് ഇറ്റ്സ് വെരി ബ്രൈറ്റ് കളർ. ഇറ്റ്സ് എ കളർ ദാറ്റ് ഐ ലൈക്ക്. ഓക്കെ, ഇഷാനി കുട്ടി കണ്ടില്ലല്ലോ. ഐ ജസ്റ്റ് ലവ് അമ്മൂസ് ഡ്രസ്. ഐ ഷോ യു. Is my hair still bad? No, it's good. ആ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷാനിയാണ് സ്ഥലം കണ്ടുപിടിച്ച ആള്? പിന്നെ ആരാ? Ishani, your stress is over? Yeah, not really, but I'm just trying to ignore. ബ്യൂട്ടിഫുൾ. ടീ ടൈം ആയി, പക്ഷെ എവിടെയും പോകാതെ ഇങ്ങനെ ഇത് നോക്കിയിരിക്കാൻ തോന്നുന്നു. ഞങ്ങൾ ജപ്പാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ആക്ച്വലി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന പോലെ ഇങ്ങോട്ടും പോയില്ല. എപ്പോഴും വീട് ആശുപത്രി കുറേ നാളായിട്ട് അങ്ങനെയായിരുന്നു ഫുൾ ടൈം. ഞങ്ങൾ കാരണം ഏപ്രിൽ വന്നു, അത് കഴിഞ്ഞിട്ട് ജൂലൈയിലായിരുന്നല്ലോ ഓസിയുടെ ഡെലിവറി. അപ്പം പിന്നെ അങ്ങോട്ടുള്ള ജൂൺ മന്തൊക്കെ ലൈക്ക് മൾട്ടിപ്പിൾ വിസിറ്റ്സ് ടു ഹോസ്പിറ്റലും അതും ഇതും. പിന്നെ അങ്ങോട്ട് ഓസി ഡെലിവറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾ മൈ ഫാദർ വാസ് സിക്ക് ആൻഡ് അങ്ങനെ എൻ്റെ കുറേ നാളായിട്ട് ഇപ്പോൾ വീട് ഹോസ്പിറ്റൽ. പിന്നെ വല്ല ഇഷായുടെ കൂടെ ഷൂട്ടിന് പോയി അങ്ങനെയൊക്കെ പോയെങ്കിലും ഒട്ടും നമുക്കൊരു കളർഫുള്ളോ വാവ് തോന്നുന്ന പോലത്തെ ഒരു സ്ഥലത്തും നമ്മൾ വിസിറ്റേ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്ന് ഒരു ദിവസത്തേക്കാണെങ്കിലും ഇതുപോലെ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ മൈൻഡ് ഫീൽസ് നൈസ് ആൻഡ് ഫ്രഷ് ഉണ്ട്. നാളെ അങ്ങ് തിരിച്ചു പോയിട്ട് അഗൈൻ ബാക്ക് ടു ദ നോർമൽ ലൈഫ്. എന്നാലും കുഴപ്പമില്ല, ഇത് ഇന്നത്തെ ഈ ഒരു ചേഞ്ച് എനിക്ക് ആവശ്യമായിരുന്നു. ഐ റിയലി വാണ്ടഡ് ഇറ്റ്. ആൻഡ് താങ്ക് യു അമ്മു, വേറെ യു ആർ. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ഓൾ ദി എഫേർട്ട് ആൻഡ് ഹണ്ടിങ് ഔട്ട് പ്ലീസ്. ആൻഡ് അമ്മുനോട് ആരാണ് പറഞ്ഞു കൊടുത്ത റിസോർട്ടിനെ കുറിച്ച് എനിക്കറിയത്തില്ല, എന്നാലും താങ്ക്സ് ടു ഹൂ എവർ സജസ്റ്റഡ് ദിസ് റിസോർട്ട് ടു അമ്മു. ഇതുപോലെ സ്ഥലത്ത് വരാൻ പറ്റി.
ധാരാളം പേർക്ക് നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അമ്മ പറയുന്നത് സുലു ഹസീനയൊക്കെ ആയിട്ട് വന്നാൽ എന്ത് രസമായിരിക്കും അല്ലേ ഇവിടെ. നെക്സ്റ്റ് ടൈം സുലു ഹസീനയൊക്കെ എന്തെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വി ഷുഡ് പ്ലാൻ സംതിങ് ലൈക്ക് ദിസ്. ഇപ്പം അവരുടെയൊക്കെ ലൈഫിലും നത്തിങ് ഇസ് ലൈക്ക് ഒന്നും അത്ര ഒരു ഹാപ്പി. സുലുവിൻ്റെ ഫാദർ സഡൻലി ഒരു വീക്ക് ബാക്ക് സുലുവിൻ്റെ അച്ഛൻ ഹി പാസ്ഡ് അവേ. That is a very sad thing and a lot of sad things happening. അങ്കിളിന് സുഖമില്ലായിരുന്നു എനിക്ക് പെട്ടെന്നാണ് അങ്കിളിന് സുഖമില്ലാതായതും പെട്ടെന്നാണ് സർജറി ഫിക്സ് ആക്കിയതും. സർജറിക്ക് തൊട്ട് മുന്നേ ചെന്നൈയിൽ നിന്നൊക്കെ അങ്കിൾ ഡ്രൈവ് ചെയ്ത് സെക്കൻഡ് ഒപ്പീനിയന് ചെന്നൈ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഡ്രൈവ് ചെയ്തു കാലിക്കറ്റ് എത്തി. അങ്കിളിനായിരുന്നു സർജറി പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഒരിത്. ആൻഡ് വളരെ ഹാപ്പി ആയിട്ടാണ് അങ്കിൾ സർജറിക്ക് പോയത് തന്നെ. ലൈക്ക് അങ്കിൾ ഇവിടെ തോട്ട് ലൈക്ക് ഓക്കെ ആവും, എല്ലാം ശരിയാവും. ബട്ട് ദെൻ ആഫ്റ്റർ ദ സർജറി തിങ്സ് ഡിഡ്ന്റ് ഹാപ്പൻ. എല്ലാവരും വിഷ് ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ. ലൈക്ക് ക്രിട്ടിക്കലാണ്, വെൻറ്റിലേറ്ററിലാണ് എന്നൊക്കെ ഓരോ ദിവസം പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ശരിയാവും, ഓക്കെ ആവും, മേ ബി വിൽ ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് വൈറ്റൽസൊക്കെ എല്ലാം ഓക്കെ ആണ് എന്നൊക്കെ ഉള്ളതായിരുന്നു. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അങ്കിൾ അങ്ങ് പോയി. എന്താ ഓമിയാണെന്ന് തോന്നുന്നു. Oh my baby, I miss you. Where are you, Omi? പൊന്നു. അത് ഓമി ലൈനിൽ വന്നതാ ഓസിയുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു സുലുവിൻ്റെ ഫാദർ ഹുസൈൻ അങ്കിൾ. ലൈക്ക് ഞങ്ങൾ മൈ മെമ്മറീസ് ഗോസ് ബാക്ക് ടു ദ ഏർലി 80s. സുലുവിൻ്റെയൊക്കെ ഫാമിലിയിൽ ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. All her, I mean, most of her cousins, so Sulu's father and most of his brothers and their children. Sulu's അച്ഛൻ കാണാൻ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയായിരുന്നു ഓൾ ഹിസ് ബ്രദേഴ്സ്. എല്ലാവരും കാണാനൊക്കെ ഒരുപോലെ ഇരിക്കും, ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ് ഓൾ ഓഫ് ദെം. ആൻഡ് ഓൾ ദെയർ വൈഫ്സ് ആർ വെരി വെരി ബ്യൂട്ടിഫുൾ ലേഡീസ്. ആൻഡ് ആ സമയത്തൊക്കെ ഇവർ വെരി ഓഫൺ അവരെപ്പോഴും സ്കൂളിൽ വരും. ഇത്രയും കുട്ടികളുള്ളതുകൊണ്ട് എപ്പോഴും ഒരു 4-5 കാറിലൊക്കെ ആയിരിക്കും ഇവരുടെ ഫാമിലി വരിക. സ്കൂളിലെ എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ അങ്ങനെ വരും, എന്നിട്ട് ഇവർ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ എൻവി ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ഞാൻ ഊട്ടി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അവിടുത്തെ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴും എൻ്റെ ഫാമിലി ആരും വന്നിട്ടില്ല. അവർക്ക് പറ്റത്തില്ലായിരുന്നു, ദേ വർ നോട്ട് ഹിയർ. അങ്ങനെ ആരും വന്നിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ പാരൻസ്, മൈ ഫാദർ നെവർ ഡ്രൈവ്സ്. എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ഫാദർക്ക് അതുപോലെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര കൂളായിട്ടൊക്കെ വരണം എന്തൊക്കെ ഇങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പോൾ സുലുവിൻ്റെ അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലി വിത്ത് ഓൾ ഓഫ് അസ് ആയിരുന്നു. ആയിരുമ്പോൾ അങ്കിള് ഇടയ്ക്ക് മറ്റേ സൗദിയിലൊക്കെ ഇടയ്ക്ക് പോവും. അപ്പോഴത്തേക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവരും. ആൻഡ് അവരുടെ ഫാമിലി തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10, 30, 40 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും എനിക്കും ഹസീനയ്ക്കും സുലുവിന് വാങ്ങുന്ന അതേപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഏറ്റവും ഫാൻസി ആയിട്ട് നമുക്ക് തോന്നുന്ന ഹെയർ ആക്സസറീസ്, അതുപോലെ തന്നെ മറ്റേ ഫാൻസി ബാഗ്. ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ട് ഒരു പേഴ്സ് പോലെ ഒരു വെരി ക്യൂട്ട് തിങ്, മുടി പിന്നിട്ട് അതിലിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു തരം ഒരു ഫ്ലവർ. അങ്ങനെ സോ മെനി തിങ്സ്, ഒത്തിരി ഫാൻസി സാധനങ്ങൾ സുലുവിൻ്റെ ഫാദർ കൊണ്ടുവരുമായിരുന്നു. എനിക്കൊരു കോൾ വരുന്നു, ഐ ജസ്റ്റ് കം ബാക്ക്. കോൾ വന്ന് ആകെ ഡിസ്റ്റർബ്ഡ്. സോ അങ്ങനെ സുലുവിൻ്റെ ഫാദർ ഹുസൈൻ അങ്കിൾ. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സുലുവിൻ്റെ സെക്കൻഡ് സണ്ണിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്കിളായിട്ടൊക്കെ 2-3-4-5 ദിവസം പല ഫങ്ഷൻസിന് നമുക്ക് കാണാനും സംസാരിക്കാനും എല്ലാം പറ്റി. ഈസ് എ വെരി 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 ഫ്രണ്ട്ലി പേഴ്സൺ ഹൂ ഡിഡ്ന്റ് ഡിസേർവ് ടു ഗോ സോ ഫാസ്റ്റ്. ഇറ്റ്സ് എ വെരി സാഡ് തിങ്. മനസ്സിലുണ്ട് വിഷമമായിട്ട്. പക്ഷേ അങ്കിള് സർജറിക്കൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണെന്ന് പോയത്. സോ I was feeling very bad about it. So many sad things also happening around us, ഇവിടെ ചായ കുടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹൻസിക്കുട്ടിക്ക് ടീ ടൈം. ജപ്പാൻ അല്ല, ബാലി. Oh, the lotus is so beautiful. അടിപൊളി. Wow, that's nice. പരിപാടി റെഡിയായി വരുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. ലണ്ടൻ, മാഞ്ചസ്റ്റർ. Mom, take.
ബേബി ബർത്ത്ഡേ കേക്ക് ഇവിടെ ബാക്ക് ഇതുവഴി ഓടാമോ? ഞാൻ എടുത്തുതരാം. സൂപ്പർ വീഡിയോ. ഇത് നോക്ക്. വേനാട് പാൽക്കൊഞ്ച് നല്ലതായിരിക്കും. എത്ര കൊഞ്ച് വരും? ഇറ്റ്സ് ലൈക്ക് വൈറ്റ് സോസ്. അല്ല ആവണമെന്നില്ല. ചിലപ്പോൾ മഞ്ഞ കളറായിരിക്കാം. മഞ്ഞ കളറാണ്, വൈറ്റ് അല്ല. യു ലൈക്ക് ഇറ്റ്, ഇസ് വെരി നല്ല രസമാണ്. അതിലാണ് വെന്ത് വരുന്നത് ആക്ച്വലി തോന്നുന്നു. വെരി നൈസ്. പണ്ട് സ്ഥലത്ത് മുമ്പ് ഒന്നല്ല എത്ര പീസ് ഒരു വേനാട് പാൽക്കൊഞ്ച്, സ്ക്വിഡ് അങ്ങനെ എന്തെങ്കിലും. ഒന്ന് മതി ഷ്രിംസ് ആണ് കുഞ്ഞു കുഞ്ഞു രണ്ട് മേക്ക് ഇറ്റ് 2 ദാറ്റ് ഈസ് അല്ല അങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ മതി. ഇതൊക്കെ കുറച്ച് മതി. ഒന്ന് മതി. വേറെ എന്തെങ്കിലും ഫിഷ് ടിക്ക അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഞാൻ അല്ലാതെ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഫിഷ് ടിക്ക വേണോ ചിക്കൻ ടിക്ക പറയണോ? ചിക്കൻ. അമ്മ കേണിയുണ്ട്. എന്നെ ഒരുപാട് തള്ളല്ലേ. എനിക്ക് അമ്മക്ക് പേടിയാ. തള്ളല്ലേ, എന്നെ തള്ളണ്ട. ഞാൻ താഴെ പോവാം. എന്നാരെങ്കിലും ഒന്ന് തള്ളിയിരുന്നെങ്കിൽ കിച്ചോടെ പോയി തള്ളി. ഞാൻ അടുത്ത ഷോട്ട് ഞാൻ സ്മാർട്ട്നെസ് കാണുന്നുണ്ട്. ഇഷാനി കൊള്ളാം. ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സിന്ധു. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് തള്ളി വിടണം. I want to see him in a swing. Please, once. He's going to go. Yeah. അത് ഞാനേ അതിൽ കേറി. അമ്മ കയറി നിൽക്കുന്നുണ്ടാ. നീ ആദ്യം കയറിയുണ്ടോ? കയറിയത് അമ്മ ഇറങ്ങി താഴെ. അല്ല നമ്മൾ ഒരുമിച്ചാ കയറിയത്. അല്ല ഞാൻ അമ്മൂന് മുന്നേ. I also want to swing in your. Somebody, I'll get down. After the photo, I'll get down. അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഊഞ്ഞാലാടി. കുറേ നാളായി ഊഞ്ഞാലാടിയിട്ട്. ആനിമൽ ഫ്ലോ ഒക്കെ ചെയ്യുന്നോണ്ട് ഇതൊക്കെ സിമ്പിൾ. അതെ അതെ, നല്ല ബന്ധമുണ്ട് രണ്ടും. ഓമിക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മടിയിൽ വെച്ചാൽ ഇങ്ങനെ എടുത്തിങ്ങനെ എവിടെ കൂടെ ഇങ്ങനെ ഓടായിരുന്നു. ഓമി we miss you. നമുക്ക് ഓമി എന്റെ വ്ളോഗ്സ് ഒക്കെ ഇരുന്ന് കാണാൻ അറിയോ? അതിന് ഹൻസുവിന്റെ വ്ളോഗ് ഇട്ട് കൊടുത്താൽ മിണ്ടാതിരുന്ന് കാണും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട്. The birthday princess. Look at that beautiful, beautiful, beautiful view. Wow. Extreme level. Yeah. Oh my god, yeah. വെള്ളം നോക്കൂ. So clear. കാലേ എനിക്ക്. Sindhu's enjoying. എനിക്കില്ലേ സ്വിറ്റ്സർലാൻഡിലൊന്നും കാശ് കൊടുക്കി പോണ്ട. ഇവിടെ സത്യം. പോയാൽ സോ ബ്യൂട്ടിഫുൾ. India is so beautiful. സൂപ്പർ അല്ലേ? നോക്കണോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഐ കുഡന്റ് റെസിസ്റ്റ് ദ വാട്ടർ. അങ്ങോട്ട് ഇവിടെ വന്ന് പാറക്കല്ല് ഇങ്ങനെ നല്ല രസമല്ലേ പുല്ല്. അടിപൊളി പ്രോപ്പർട്ടി. അമ്മുന് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അമ്മ എങ്ങനെ അറിഞ്ഞിരുന്നത്? ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ എവിടേക്കൊക്കെയോ കണ്ടു, ആരൊക്കെയോ ഇങ്ങനെ കോമൺലി പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച്. അപ്പൊ എനിക്ക് ഫോട്ടോ നോക്കിയപ്പോൾ ഹസീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ വി വർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ലൈക്ക് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞു. ഞാൻ ഫോട്ടോസ് നോക്കിയപ്പോൾ ഇറ്റ് ലുക്ക്ഡ് നൈസ്, ബട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് ഫോട്ടോസ് ഡോണ്ട് ഡു ജസ്റ്റിസ് ടു ഹൗ ദ പ്ലേസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക് ആയിട്ട് ഇങ്ങനെ ബേർഡ്സ് നോക്കി ഫ്ലോക്കിൽ ഫ്ലൈ ചെയ്യുന്ന. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ
എത്ര അടുത്ത് So close to our house, like inside an hour we came, അല്ലേ? സൺസെറ്റും ഒക്കെ നല്ല സൺസെറ്റ്. Look at the birds. Beautiful sunset. It's too good. It's too good. Like പിക്ചേഴ്സിനേക്കാൾ ഭംഗി. അതിൻ്റെ ആ ഒരു വലുപ്പം നമുക്ക് പിക്ചേഴ്സിൽ ഒട്ടും അറിയാൻ പറ്റില്ല. How's your birthday going? Yeah, birthday is very nice. നന്നായില്ലേ? Yeah, അടിപൊളി. ഞാൻ നാളെ രാവിലെ ഇവിടെ വരും സൺറൈസ് ടൈമിൽ. അച്ഛനും വരും, അമ്മ വരുമോ? നോക്കാം എത്ര മണിക്ക്. പക്ഷെ നമുക്ക് ഈശാനി വരും സ്വപ്നത്തിൽ. എനിക്ക് എണീക്കാൻ സ്വിമ്മിങ്ങിന് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാം. അതിൻ്റെ അകത്ത് സ്വിമ്മിങ് ഇവിടെ ഒന്ന് സ്വിം ചെയ്താലോ എന്ന് ആലോചിക്കുക ഈ വെള്ളത്തിൽ. അമ്മ ചെയ്യുന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. നൈസ്. ഇത് മീനാണോ? ആ പിള്ളേർ എന്തോ എറിയുന്നു. എല്ലാം നല്ലത്. എവറിത്തിങ് ഇസ് സോ നൈസ്. ഓസി ആൻഡ് ഓമി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഫെൽറ്റ് ഇറ്റ് കംപ്ലീറ്റ്. റെഡി. വളരെ ഫാൻസിയാണ് നമ്മുടെ ബാത്റൂം. പൂക്കളൊക്കെ ഇട്ടൊരു ടബ് ഉണ്ടായിരുന്നേ, അതൊന്നും തൊട്ടില്ല. ഞാനിന്ന് അവിടെ കുളിക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഷാമ്പു വെള്ളത്തിൽ വീണു അവിടെ. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതെ അതെങ്ങനെ എടുക്കാം എന്നുള്ള എൻ്റെ ഒരു ബുദ്ധി പ്രയോഗിച്ച് ഞാൻ. അപ്പോൾ ആ സമയത്ത് കിച്ചു സ്വിമ്മിംഗ് പൂളിൽ പോയിരുന്നു. അങ്ങനെ ഞാനൊരു ഇതെടുത്തു, ഹാങ്ങർ. ഈ ഹാങ്ങർ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ പതുക്കെ എൻ്റെ ഷാമ്പു, ഈ ഷാമ്പു ഒഴുകി പതുക്കെ ഒഴുകി ഞാനിങ്ങനെ വേവ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ഒഴുകി അവിടെ വന്നപ്പോൾ ഞാനതിനെ എടുത്തു. ഞാൻ എൻ്റെ തലയിലപ്പോൾ ആലോചിച്ച് ആ വെള്ളത്തിൽ എനിക്ക് ഇറങ്ങാൻ പേടിയുണ്ട്. ഈ വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെ എനിക്ക് ആ ഷാമ്പു എടുക്കാം, തലയിൽ എണ്ണ കിട്ടും. അങ്ങനെ ഞാൻ അതിങ്ങനെ അങ്ങനെ അത് ഒഴുകി അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് എനിക്ക് എത്താം. കൈക്ക് നീളമില്ല. അത് അല്ലെങ്കിൽ ഇവിടെ കിച്ചോ കൊണ്ടാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം. എൻ്റെ കൈക്ക് നീളമില്ലല്ലോ. ഞാൻ അവിടെ എത്തിയപ്പോൾ ചാടിയെടുത്തു. അങ്ങനെ ആക്രോബാറ്റിക്സ് ഒക്കെ ചെയ്തിട്ടിരിക്കുക. റെഡി ടു ഗോ ഫോർ മൈ ബർത്ത്ഡേ ഡിന്നർ. 54ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ഡിന്നർ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഫീൽ സോ സ്റ്റുപ്പിഡ് ആൻഡ് സില്ലി. എന്നാലും കുഴപ്പമില്ല. പിള്ളേരുടെ സന്തോഷത്തിന് അവർ അറേഞ്ച് ചെയ്തതല്ലേ. അവർ റെഡിയായെന്ന് പോയി നോക്കട്ടെ. Ready? No, your bag is here. Maybe എൻ്റെ സിന്ദൂരം പോയോ? പോയില്ല, ഷേപ്പ് ഒന്ന് മാറി. തേച്ചപ്പോലെ. ഏത് ബാഗ്? പോയോ? എടുത്തോണ്ട് വരണോ? What flavor cake? Custard. Happy birthday, dear Sindhu. Happy birthday to you. Wait, any guesses? അയ്യോ അറിഞ്ഞൂടാ. മസ്റ്റ് ബി ലോക്കറ്റ്. ബിക്കോസ് അത് മാത്രമാണ് എൻ്റെ സൈസൊക്കെ ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് അല്ലേ? കമ്മലിന് സൈസ് കണ്ടല്ലോ. അയ്യോ കമ്മല് എനിക്ക് ഐ മീൻ കമ്മൽ പൊതുവെ എൻ്റെ ഈ ഒരു ചെവിക്കൊക്കെ നോക്കിയെടുക്കണം. മഴ പെയ്യുവാണോ? അച്ഛാ ഒരു സെക്കൻഡ് ഇവിടെ വരുമോ? മഴയൊക്കെ പെയ്തോട്ടെ. മഴയല്ലേ? മഴയൊക്കെ പെയ്തോട്ടെ. സോ ഷാൽ ഐ ഓപ്പൺ? യെസ്. ഞാൻ കൂടെ വരണം. How is it? This is a bit big. It's lovely. Okay. And interchangeable stones. Oh. Isn't that what you like? So ഇന്നത്തെ ഈ ഡ്രസ്സിന്റെ കൂടെ അമ്മയ്ക്ക് Blue ഒന്നെങ്കിൽ ഇടാം or ഡയമണ്ടിന്റെ ഒരു കുഞ്ഞുണ്ട്. സഫയർ ആൻഡ് ഡയമണ്ട്. I think you should wear the sapphire. സഫയർ. കണ്ണൂടാത്തോണ്ട് ആരെങ്കിലും എനിക്ക് മാറ്റി തരുമോ? ക്ലാസ് എടുത്തിട്ട്. സഫയർ വെക്കണോ ഡയമണ്ട് വെക്കണോ? How much do you like it, Sindhu? Sapphire is like dark, but സഫയർ ഹ്യൂജ് മാല അതന്നായിരിക്കും ചെയ്തത്. അല്ല ഈ മാലയിൽ ഇടാൻ പറ്റും. ഇത് സിന്ധുന്റെ one of your dream ആയിരുന്നു. ഞാൻ എപ്പോഴും അവിടെയൊക്കെ പോയി നോക്കും. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അമ്മ പറയത്തില്ലേ മറ്റേ സഫയർ ഇടണോ പച്ചയായിരിക്കും പറ്റതെന്ന്. ബ്ലൂ ബ്ലൂ അല്ലേ അമ്മയുടെ ഡ്രസ്? എന്റെ ഡ്രസ് ബ്ലൂ ആണോ? It's like a bluish. It is blue. Light blue. Yeah. Of course it's blue. Emerald ഭയങ്കര mismatch ആയിപ്പോ. ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ Silver. സിൽവർ അല്ല. Diamond. I guess blue.
വിൽ ഗോ വിത്ത് ബ്ലൂ. ബ്ലൂ ആണ് ഇതിന് ചേരുന്നത്. ഒരു താലി കെട്ടിയാലോ ചേട്ടാ? കണ്ണിന് കാഴ്ച കൂടുതലുണ്ട്. കാണാൻ പറ്റില്ല. മറ്റേ ഇതായിപ്പോയി, കലാരഞ്ജനി ആയിപ്പോയി. മറ്റേ ഞാൻ ഇട്ട് തരാം, മനസ്സിൽ പിടിച്ച് ഞാൻ താലി കെട്ട. കണ്ണൊക്കെ നല്ല കാണാൻ പറ്റുന്നത് കൊണ്ട്. മുടി മാറ്റി കൊടുക്കും. അങ്ങനെയല്ലടി, ഇന്നടി ഇങ്ങോട്ട് കെട്ടടി. കേട്ടടാ ആട്ടാ. ഇനി അങ്ങോട്ടല്ല നോക്കി. ഞാൻ ലോക്കറ്റിന്റെ ഒരു ക്ലോസ് എടുത്ത് തരാം. ലോക്കറ്റ് എന്ന് പറയുമ്പോ കണ്ണിയല്ലേ? Sindhu, so beautiful. Sindhu, and the cake looks the same. Wow. കേക്കും ഒക്കെ സെയിം. പക്ഷെ ഈ കേക്കിന് ഓർഡർ കൊടുത്തിട്ടില്ല. ഞാൻ ഏത് ഡ്രസ് എടുത്തു നിങ്ങളോട് പറഞ്ഞു. Sindhu looks like the queen of the ocean. The queen of our hearts. Just for a day. It's Sindhu's day. Sindhu, look here. അമ്മ ഇരുന്നും കൂടി ഭയങ്കര മാച്ചിങ്. അങ്ങനെ നോക്കാം. Birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. എനിക്ക് മാത്രം കേക്ക് വെട്ടാൻ ഞാൻ ഇതായി പറ്റി. I hope that's got on camera. നമുക്ക് സെക്കൻഡ് കേക്ക് കൂടി കട്ട് ചെയ്യാം. അടിപൊളി അടിപൊളി കഴിക്കണം. ഈ സെക്കൻഡ് കേക്ക് കിട്ടിയാലോ? Hansu, I think you will like. Hansu's excited about it. Birthday to you. Happy birthday to you. Happy birthday dear Amma Sindhu. Happy birthday to you. First please Hansu. അല്ല ചെറു കത്തി വെച്ചെടുക്കണ്ട. അടിപൊളി കേക്കാണ്. ഇഷാനിയുടെ ഒക്കെ ബർത്ത്ഡേക്ക് കേക്ക് ആക്കിയ കേക്ക് പോയിന്റ് ബൈ റിസ്മ. സൂപ്പർ ടേസ്റ്റ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ മൂൺ. രക്ഷയില്ല. അതിൻ്റെ ഷാഡോ നോക്കിയേ, വെള്ളത്തിൽ വിടുന്നത് സൂപ്പർ. പൊളി കേട്ടോ, രക്ഷയില്ല. കേക്കെല്ലാം കട്ട് ചെയ്തു. കേക്ക് പോയിന്റ് ബൈ റിസ്മയുടെ കേക്കായിരുന്നു. ഓസി എൻ്റെ ഇഷായുടെ ഹൻസുവിൻ്റെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരി ചെയ്ത കേക്കായിരുന്നു.
അടിപൊളിയായിരുന്നു എൻ്റെ. അപ്പോൾ അമ്മോനോട് ചോദിച്ചു എന്ത് ഫ്ലേവർ വേണം, എന്ത് കളർ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ത് ഡ്രസ്സായിരുന്നത്. ഞാൻ ഈ ഇട്ടേക്കണ ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നൈ പോയപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. മോക്ഷയിൽ പോയിട്ട് 3 സെൽവാർ മെറ്റീരിയൽസ് വാങ്ങി, 3 or 4 അതിൽ വാങ്ങിയ ഒരെണ്ണമാണിത്. അപ്പം ഞാൻ എപ്പോഴും ഒരു 1-2 സെൽവാർസൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചേക്കും, എന്തെങ്കിലും ഒരു പരിപാടിയാലും ഇടാം. പിന്നെ ആ സമയത്ത് ഓടിപ്പോയൊന്നും വാങ്ങാൻ നിൽക്കേണ്ടത്. അപ്പോൾ അന്ന് വാങ്ങിച്ചാൽ ഈ ഒരു സെൽവാർ ഉണ്ടായിരുന്നു, ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു. ഞാൻ അമ്മ ചെയ്തിട്ടപ്പോൾ അമ്മ ഇത് കൊള്ളാം അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ വേറെ അമ്മൂന് കാറ് എടുക്കാൻ പോയി ആ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഈ ഷെയ്ഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേക്ക് എൻ്റെ ഡ്രസ്സുമായിട്ട് വളരെ ബ്ലെൻഡ് ആവുന്ന ഒന്നായിരുന്നു. ഞാൻ അമ്മൂനോട് ഫ്ലേവർ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം അമ്മൂൻ്റെ ബർത്ത്ഡേ അബുദാബിയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു കേക്ക് ഒരു പെൺകുട്ടി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വിത്ത് ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് കസ്റ്റേർഡ് ഒക്കെ അകത്ത് അതിൻ്റെ ടേസ്റ്റ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആയിരുന്നു. ഇറ്റ് വാസ് സോ യമ്മി. അങ്ങനെ ആ ഫ്ലേവർ അമ്മ പറഞ്ഞിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തും വേറെ ആരോ ചെയ്തിട്ടുണ്ടാകും. അമ്മ വെച്ചാൽ അത് ചെയ്തല്ല കാരണം ഇപ്പം ഈ ഹൻസുവിൻ്റെ ബർത്ത്ഡേക്കും അമ്മൂൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു. ഇഷാനിയുടെ ബർത്ത്ഡേക്ക് ബ്ലൂബെറി ആൻഡ് ലെമൺ ഫ്ലേവർ ആയിരുന്നു. സോ ഐ സെഡ് ആ സെയിം ഫ്ലേവേഴ്സ് വേണ്ട, ലെറ്റ്സ് ഗോ ഫോർ സംതിങ് എൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്തു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ കൊതി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, വെരി അമ്മി. അത് ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് കാറിൽ ഒക്കെ വെച്ചാൽ കൊണ്ടുവന്നത്. ഇറ്റ് വാസ് ലൈക്ക് വർത്ത് ഇറ്റ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു മൈ ചിൽഡ്രൻ ഹൂ ജസ്റ്റ് മെയ്ഡ് അനദർ ബോറിങ് 54th ബർത്ത്ഡേ എന്നൊക്കെ പറയണം. അതിനെ വളരെ ബോറിംഗ് ആയിട്ട് ജസ്റ്റ് അനദർ ഡേ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകേണ്ട ഒരു ദിവസത്തിന് they just made it so memorable for me and gave me a beautiful gift. ഞാൻ പലപ്പോഴും ഡിസൈറിൽ പോയിട്ട് ഇതുപോലെ വലിയ ഡയമണ്ടിൻ്റെ ഞാൻ ഇതുവരെ എനിക്കായിട്ട് ഡയമണ്ട് ലോക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇട്ടിരുന്നത് ആകെ ഒരു കുഞ്ഞു താലി ഉണ്ടല്ലോ, അത് വർഷങ്ങൾക്ക് മുമ്പ് ഹൻസ് ജനിക്കുന്നതിന് മുന്നേ ഞാൻ വാങ്ങിയതാണ്. അതാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ ഇതുവരെ ലോക്കറ്റ് വാങ്ങിയിട്ടില്ല. ഞാൻ പലപ്പോഴും അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ 1-2 ലോക്കറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവരോട് കൊള്ളാവോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്ന ലോക്കറ്റ്സൊക്കെ എപ്പോഴും കുറച്ച് വലുതും കുറച്ച് എക്സ്പെൻസീവും ആയിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും വേണ്ട ഇത്രയും കാശാകത്തില്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബിക്കോസ് പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വാങ്ങാത്ത കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കിയിട്ട് ഇങ്ങനെ വരും, അത്ര തന്നെ. ഞാൻ വാങ്ങിയിട്ടില്ല. എനിവേ ഐ എം സോ ഹാപ്പി. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അത് കളർ ചേഞ്ചബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിടുന്ന ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് മാറ്റിയിടാം. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു കുറച്ചുകൂടെ കട്ടിയുള്ളൊരു മാലയുണ്ട്. ഞാൻ ഇതുവരെ ഇടാത്തൊരു മാല, കാലങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഭീമയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ വലിയ ലോക്കറ്റുകൾ നോക്കുവേ. മറ്റേ ഗോൾഡ് ഒരുപാടുള്ള പക്ഷെ വലുതായിട്ട് ദൈവത്തിൻ്റെ ലോക്കറ്റ്. ഞാൻ എപ്പോഴും രാജു എനിക്ക് എപ്പോഴെങ്കിലും ഒരു ലോക്കറ്റ് വാങ്ങണം കേട്ടോ, ആ മാലയുടെ കൂടെ ഇടാൻ. പക്ഷേ ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും രാജുവിനോട് ഞാൻ ശുഭയോടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഇങ്ങനെ ലോക്കറ്റ്സ് നോക്കും. ഞാനിങ്ങനെ വരും, ഞാൻ പിന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു മാലയുടെ കൂടെയൊക്കെ ഈ ഒരു ലോക്കറ്റ് ഇട്ട ഒരു പക്ഷേ സാരിയുടെ കൂടെയൊക്കെ നന്നായിരിക്കും. എനിവേ ഐ ലവ്ഡ് ഇറ്റ്. താങ്ക്സ് ടു മൈ ഗേൾസ് ഹു ആക്ച്വലി നോ ലൈക്ക് വാട്ട് ഐ വിഷ് ടു ഹാവ്, വാട്ട് ഐ വിഷ് ടു ബൈ. അവർക്കറിയാം. കാരണം ഞാൻ പലപ്പോഴും പറയും എനിക്കിഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര വലുതാണ്, എനിക്കിഷ്ടപ്പെടുന്നതിന് കാശ് ഒരുപാടാവും ഞാൻ പറയുന്നത്. മേ ബി ദേ നോട്ടിസ്ഡ് ലൈക്ക് എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഞാൻ സ്വന്തമായിട്ട് അത് വാങ്ങാത്തത്. ഇതിൻ്റെ റേറ്റ് ഐ എം നോട്ട് വെരി ഷുവർ, ബട്ട് ഐ നോ ഇറ്റ്സ് പ്രിറ്റി എക്സ്പെൻസീവ്. ആൻഡ് താങ്ക് യു ഗേൾസ് ആൻഡ് ഐ എം സോ ഹാപ്പി. ഹാഡ് എ നൈസ് ഹാപ്പി ബ്ലെസ്ഡ് നൈസ് ബർത്ത്ഡേ. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്കെന്നറിയത്തില്ല എന്താണെന്ന്. ആൻഡ് ജസ്റ്റ് താങ്കിങ് ദ യൂണിവേഴ്സ്. ബ്യൂട്ടിഫുൾ മൂൺ ഔട്ട് ദെയർ, സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഐ വിൽ ഷോ യു ഓൾ. ഓക്കെ, ഫ്രഷ് ലൈം സോഡ എനിക്ക് വേണ്ട, ഫ്രഷ് ലൈം സോഡ വേണമെന്ന്. കൈ കുറച്ച് പൊക്കണോ നിന്റെ? മതി. മറ്റതിൽ ഹെഡ് കട്ടായി. Hansu, Good night, Mom. good night. Bye. Good night. Thank you. Thank you. Thank you. No mention. Pleasure. Good night, girls. Bye. Loki. Bye. രാവിലെ കാണാം. Bye, പൊന്നു. ബൈ. വെളുപ്പിനെ
വെളുപ്പിനെ കാണാം, വെളുപ്പാൻ കാലത്ത് കാണാം. ബൈ. എൻ്റെ കയ്യിൽ താക്കോലായി പോയതുകൊണ്ട് ഒരാളവിടെ ഇരിക്കുന്നു. എങ്ങനെ മാറ്റും? പൊക്കി നമുക്കല്ലല്ലോ, അല്ലാതെ നമുക്കൊരു അറ്റത്തോട്ട് നടുക്കോട്ട് നീക്കിയിട്ട് എടുത്ത് കളക്ട് ഡിസൈൻ ആക്കി വെക്കാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന ഒരു ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ഈവനിങ്. കുറച്ച് ദിവസം മുമ്പ് അമ്മൂക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ലൈക്ക് ഓക്കെ they said about a place which is a little far away from Trivandrum, in 1 hour we can reach എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് കാര്യമായിട്ട് ചോദിക്കുകയോ അത് ഗൂഗിൾ ചെയ്യുകയോ ഒന്നും ചെല്ലുമോ. എൻ്റെ മനസ്സിലൊന്നും ഇപ്പം മിക്ക ദിവസവും ഡാഡിക്കൊക്കെ സുഖം കാണാൻ ആവശ്യമെങ്കിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയാൽ ഒന്നും നടക്കത്തില്ല, എല്ലാം കുളമാവും എന്നുള്ള ഒരു ഇതിലായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അതിലൊട്ടും സീരിയസ് ആയിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷയും ഹോപ്പും ഒക്കെ വെക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത സംഭവങ്ങളാണെങ്കിൽ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കത്തില്ല. നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു മൂഡിലായിരിക്കും ഞാനിരിക്കുന്നത്. ഇതും അതുപോലെ ഒരു ദിവസമായിരുന്നു. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, ഞാൻ അതിന് വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് സ്വന്തമായിട്ട് ചെയ്യുകയോ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്തിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ഡേ. ബട്ട് ഐ എം സോ ഗ്ലാഡ് ദ ഗേൾസ് ജസ്റ്റ് മെയ്ഡ് മീ ഫീൽ സോ ഗുഡ്, സോ സ്പെഷ്യൽ. എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, എനിക്ക് ഇല്ലാത്തത് അതൊക്കെ നോക്കി ലൈക്ക് ലുക്കിങ് അറ്റ് ലൈക്ക് എനിക്ക് എന്താ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഇല്ലാത്തത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊക്കെ റെഡിയാക്കി. സോ ദ ഹോൾ ഫീലിംഗ് ഇസ് റിയലി നൈസ്. കൃഷ്ണകുമാർ വാസ് ഇൻ എ വെരി ഗുഡ് മൂഡ് ടുഡേ അല്ലേ? ഞാൻ വാങ്ങിച്ചൊരു പുതിയ ഷർട്ട് ഇട്ടേക്കണ, അടിപൊളി. പുള്ളി പറയാം ഞാനൊക്കെ എന്നാ നല്ല ഇവിടെ നല്ല വെളിച്ചുണ്ട് കേട്ടോ, അവിടെ നല്ല ഡാക്ക്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയും കിച്ചുവിനെ എൻ്റെ വീഡിയോയിലെല്ലാം കൊണ്ടുവരണം. കിച്ചു ഞാൻ പറയും കിച്ചുവിൻ്റെ സ്വന്തം ചാനലിൽ തന്നെ വീഡിയോസ് ചെയ്തൂടെ. അപ്പോൾ ഈ സെയിം വ്യൂവേഴ്സ് ബി വെരി ഹാപ്പി. നോ ആ ഷർട്ടൊന്ന് കാണിച്ചു. ഷർട്ട് ഇറ്റ്സ് എ നൈസ് ഷർട്ട്. വിഷ്വലി അത്ര ഒരു ഭംഗി വരില്ല, നമുക്ക് കണ്ണിനാണ് കൂടുതൽ ഭംഗി. വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി അറിയില്ല. ഇറ്റ്സ് എ നൈസ് ഷർട്ട്. നൈസ് ഷർട്ട്. കിച്ചൺ ഞാൻ വെറൈറ്റി ഷർട്ടുകളാണ് ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മറ്റേ റെയർ റാബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്. അതിൻ്റെ അവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. സോ സംതിങ് നൈസ്. ഞാൻ അതുവഴി പോകാൻ കടയുടെ ഏരിയ കൂടെ പോകുമ്പോൾ നൈസ് സംതിങ് നൈസ് ഞാൻ 1-2 പിക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ നൈസ് ഈവനിങ്. ഞാൻ ഇന്ന് എൻ്റെ മേക്കപ്പ് റിമൂവർ കൊണ്ടുവന്നില്ല. ഞാനപ്പോൾ അപ്പുറത്തെ റൂമിൽ പിള്ളേരുടെ റൂമിൽ പോയി മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരട്ടെ എന്ന് കരിയിട്ടാർക്കെ കൂടിപ്പോയി. ബിക്കോസ് എടുത്ത് ഒരു ലൈറ്റ് ഇച്ചിരി ഡള്ളായിരുന്നു. കിച്ചൺ എടുക്കോളുന്നു ലൈറ്റ് ഇച്ചിരി ഡള്ളായിരുന്നതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കരിയിട്ടാർക്ക് അത് കുറച്ച് തിക്കായി. ഇപ്പോൾ ഞാൻ യൂഷ്വലി ഐലൈനർ ഇത്രയും തിക്കായിട്ട് ഇടാറില്ല. കുറച്ച് തിക്കായിപ്പോയി എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വെച്ചു രാത്രിയല്ലേ, അധികം ആരും എന്നെ കാണുന്നില്ലല്ലോ, നമ്മളിത്ര പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. അപ്പം കാരണം കരിയൊക്കെ വരയ്ക്കുമ്പോൾ അത് ഫ്ലോപ്പായാൽ അത് മായ്ക്കാനൊക്കെ തുടങ്ങിയാൽ അതിനേക്കാൾ ഫ്ലോപ്പാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെയും വിട്ടു. Because for a very, very, very long time, this is going to be an evening that I'm going to really remember. And it's going to be really close to my heart. Coming ചേട്ടാ, just like എൻ്റെ കാശ്മീരിൽ നമ്മൾ ആഘോഷിച്ചൊരു ബർത്ത്ഡേ പാർട്ടി പോലെ, this day also is going to be really close to my heart for a very long time. ഇതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന വളരെ പീസ്ഫുൾ ആയിട്ട് കുറച്ച് ഹാപ്പി ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ ഇതുപോലത്തെ get togethers, it doesn't happen often, അല്ലേ? So I'm going to just remember it and thank you universe for making everything fall in place, you know. I'm very happy. അപ്പോൾ ഇനി ഞാൻ പോയി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത്
ഡള്ളായിട്ടൊന്ന് വരട്ടെ. എന്താ വിളിച്ചാൽ ഞാൻ അപ്പുറത്ത് മേക്കപ്പ് റൂം ചെയ്യാൻ പോകും. ഇത് Say good opposite night. light ആണ്. ആ, ഇവിടെ ഞാൻ പോകുന്നു. എന്റെ ബ്ലോഗ് കഴിഞ്ഞ് കഴിയില്ല. ഇനി സമയമില്ലേ? ഫുൾ ആണോ അങ്ങനെ ഫുൾ ആവുന്നത്? ഫുള്ള് ഒരുപാടായിപ്പോയി. ആണോ ഇവിടെ വന്നിരിക്കുന്നു ക്യാമറ കൊണ്ട് ഇവിടെ. നീ വിചാരിച്ചത് കേരളമാണല്ലേ? ഇത് തമിഴ്നാടാണ്. ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് 2 കാര്യങ്ങളാണ് ഓർത്തത്. ഇവിടെ നമ്മൾ മല കണ്ടില്ലേ, മലയും ആ താഴോട്ട് വരുന്നതാണ് കേരളത്തിൻ്റെ ഭാഗം. അപ്പോൾ പണ്ട് നമ്മുടെ ഒരു ഒന്നല്ല കുറേ തമിഴ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കാലത്ത് അവർ പറയും അവർക്ക് മലയാളം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മലയാളം ഇങ്ങനെ പറയും. അപ്പോൾ അവർ പറയും നിങ്ങളുടെ ഈ മലയാളം എന്നുള്ള വാക്ക് വരാൻ കാര്യം തമിഴ് കൊണ്ടാണ്. തമിഴർ പണ്ട് പറഞ്ഞിരുന്നു മലയും പിന്നെ ആഴവും. നമ്മുടെ കേരളം എന്ന് വെച്ചാൽ മല നിരപ്പ് പിന്നെ കടലിലോട്ടാണ് പോകുന്നത്. അപ്പം മലയും ആഴവും, അതായത് കുഴി എന്നുള്ള സംഭവം. അങ്ങനെ മലയും ആഴമുള്ള നാടായതുകൊണ്ടാണ് മലയാളം എന്നാണ് അവർ പറയുന്നത്. മലയാഴം അല്ല, അത് മലയാളത്തിലുള്ള ഒരു വാക്ക്. നമ്മൾ എത്രയോ ഭാഷ ഇത് മാറി മാറി വരുന്നു. ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടം എന്ന് പറയും, തമിഴ്നാട്ടിൽ പോയി കളക്കൂട്ടമാവും, ഹിന്ദിയിൽ പോയി കഴിഞ്ഞാൽ കസക്കൂട്ടമാവും. അവർ വായിക്കുന്നത് അങ്ങനെയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്ന് മാറും. പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാളം എന്നുള്ള വാക്ക് മലയും ആഴവും, അതിൽ നിന്ന് തമിഴര് അങ്ങനെയല്ല. തമിഴാണല്ലോ ഏറ്റവും പഴയ ലാംഗ്വേജ്. നമ്മുടെ മലയാള ലാംഗ്വേജ് 100-150 വർഷത്തിനകത്തുള്ള ഇതല്ലേ ഉള്ളൂ. ആ തമിഴ് എന്ന് വെച്ചാൽ അസാമാന്യമായൊരു ഭാഷയാണ്. അത് ഭയങ്കര ഭംഗിയുള്ള ഭാഷയാണ്. ഭയങ്കര അത് ആ ഭാഷ സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ് കൂടുതലാണ് എതിരെ നിൽക്കുന്നവർക്ക്. നേരെ നമ്മൾ തമിഴരോട് തമിഴ് പറഞ്ഞാൽ നമ്മുടെ വായിന്ന് ഒരു റെസ്പെക്റ്റും വരില്ല. നമ്മൾ പല വാക്കുകൾ പറയുമ്പോഴും നമ്മൾ മലയാളത്തിൽ വലിയ റെസ്പെക്റ്റ് ഇല്ല. മലയാളത്തിന് വേറെ രീതിയാണ്. തമിഴിൻ്റെ ബേസിക്കലി അതൊരു വിനയമുള്ള സംഭവമാണ്. അതുപോലെ അവർ പണ്ട് സിനിമയുടെ സെറ്റിലൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്, സാർ நீங்கள் മോഹൻലാൽ മമ്മൂട്ടി സാർ എല്ലാവരുമേ குண்டு குண்டாக இருக்குது சுகப்பு சார் ஏன் சார் இந்த மாதிரி. அப்போ அடுத்திருந்த ஒராள் പറയുന്നുണ്ട് உனக்கு தெரியாதா என்ன அவங்க ஊரில் அந்த அரிசி பார்க்கலையா, அரிசியே குண்டு குண்டாக இருக்குது. நம்ம ஊரில் இருக்கிற அரிசியெல்லாம் ஒல்லி ஒல்லி இருக்கும், മെലിഞ്ഞിരിക്കും. അവൻ്റെ നാട്ടിൽ ഉരുണ്ടിരിക്കുന്നുണ്ട്, നമ്മളെല്ലാം കഴിക്കുന്നു ഉരുണ്ടിരിക്കുന്നു. കുറച്ച് മെജോറിറ്റി ഓഫ് ആണുങ്ങൾക്ക് ഒരു നിന്റെ ഫീസ് നോക്ക് ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. അമ്മൂനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷെ ഞാൻ ആ ഗുണ്ടു ചോറല്ല, ഞാൻ മെരിക്ക തമിഴ്നാട് പൊന്നി അരിയാണ് ഞാൻ കഴിക്കണം. പക്ഷെ എന്റെ അതൊക്കെ ഒരു അളവുണ്ടേ, ഒരു അളവിന് കഴിക്കണം, മനസ്സിലായില്ലേ? ആർത്തിയെ കൊണ്ടെന്നും പറഞ്ഞ് യു ഓൾസോ ഗോട്ട് ഗുണ്ടു ഫേസ് ഓളിഗോ. അത് നിങ്ങളുടെ കൂടെ ടെൻഷൻ കൊണ്ടുള്ള നീരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്ത് ഗിഫ്റ്റാ വാങ്ങി തരാൻ പോകുന്നത്? തന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ പ്ലാൻ. ഇന്ന് ഞാനിങ്ങനെ ഒരു ചെറിയ നടനായി അലഞ്ഞ് നടന്നത്. പക്ഷേ എന്നാ ഒരു ഒരു നെയിം കിട്ടി സ്ക്രീനിലൂടെ. ആ പേരിൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, സിന്ധു കൃഷ്ണ. ആ വാല് വെച്ച് പിള്ളേരുമൊക്കെ ഇന്ന് സന്തോഷവും സുഖമായിട്ട് ജീവിച്ചു. അതാണ് എൻ്റെ ഗിഫ്റ്റ്, പേരിൻ്റെ വാല്. ഓ ലൈഫ് ടൈം ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ്. അങ്ങനെ എനിക്ക് വാല് തന്ന് സഹായിച്ച ഈ ചേട്ടൻ 1000 നന്ദിയുണ്ട് ചേട്ടാ. ഇതൊക്കെ ഞാൻ എങ്ങനെ എവിടെ കൊണ്ട് വ്യക്തിയുടെ നന്ദിയല്ലോ, കുറച്ച് ക്യാഷായിട്ട് തേടേ. തിരിച്ച് പൊതുവെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാറില്ല, പണ്ടോട്ടേ. അല്ല, അത് ഞാൻ വേറെ കാര്യം പറയും, ഞാൻ കൊടുക്കാറില്ല, ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ ആരുടെയും ഒന്നും വാങ്ങിക്കാറില്ല. എവിടെയെങ്കിലും പോകുമ്പോഴും ഞാൻ ആദ്യമേ പറയും പ്ലീസ്. കാരണം ഓക്കെ ചില തരുന്നുണ്ട്, സ്നേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ ചില വാങ്ങിക്കും. പക്ഷെ ആദ്യമേ ഞാൻ പറയുമല്ലോ, ഉണ്ടല്ലേ പുറത്ത് പോകുമ്പോഴത്തേക്ക് പെട്ടിക്കകത്തൊന്നും കാണില്ലല്ലോ. ഞാൻ പറയും, ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ പറയും, വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഡോണ്ട് സ്പെൻഡ് ഇറ്റ് അൺവാണ്ടഡ്ലി. ഓക്കെ, പലപ്പോഴും ഇങ്ങനെയാണല്ലോ, ഗൾഫിൽ നിന്ന് വരുന്നവർ ഇവിടെ വന്ന് കൈയും കാലിയാക്കിയിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ അവിടെ ഞാൻ പറഞ്ഞു നോ ഡോണ്ട് സ്പെൻഡ്. അതുപോലെ കോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് ക്ഷമറെ കട്ട് ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് വിളിക്കാം, എന്തിനാ, നിങ്ങളുടെ പൈസയില്ലേ, 2 പേരുടെയും പൈസയില്ലേ. അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാറില്ല, കൊടുക്കാറുമില്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് മുഴുവൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അല്ല, അതിനെ പറഞ്ഞേ, ഇഷ്ടമുള്ളോ നിർബന്ധിച്ചാൽ ഗിഫ്റ്റ്. അത് എൻ്റെ ശരീരം മൊത്തം ഓരോ സാധനവും ഗിഫ്റ്റാണ്. ഭാര്യയും മക്കളും വാങ്ങിച്ചു തരുന്നത് ഇല്ലെന്നൊന്നും പറയാൻ ഒരു മടിയില്ല, സന്തോഷമില്ലേ. അതായത്
നിങ്ങൾക്കാണ് എൻ്റെ സന്തോഷം. അത് ഞാനങ്ങനെ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളെയല്ല. അത് പിള്ളേരൊക്കെ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ ലൈക്ക് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് ബിക്കോസ് അല്ല, അത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നമ്മളെപ്പോഴും കൊടുക്കാൻ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മോർ യു ഗീവ് മോർ വിൽ കം ബാക്ക്. ഓൾവേസ് അങ്ങനെയാണ്. തിരിച്ചു വരാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊരു പ്രകൃതിയുടെ ഒരു സംഭവം, ഒരു സിസ്റ്റമാണത്. അതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ലോകത്ത് ധാരാളം കൊടുക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉയർച്ച. കാരണം 100 രൂപ വരുമ്പോൾ 10% കൊടുക്കുക. എപ്പോഴും 10% കൊടുക്കുക വരും. അപ്പോൾ 100 രൂപയ്ക്ക് 10 രൂപ കൊടുക്കാൻ വലിയ മടി വരില്ല. പക്ഷെ 100 കോടി കയ്യിലോട്ട് വന്ന് 10 കോടി എങ്ങനെ കൊടുക്കും? ആ ചിന്ത വരുന്നിടത്താണ് പണി കിട്ടിപ്പോകുന്നത്. അപ്പോഴും അത് 10%. എനിക്കത് 10 കോടി അങ്ങനെ കൊടുക്കുന്ന ഈ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നില്ലേ, അവർ വാരിക്കൂരിയെ കൊടുക്കുന്നത്. ഓരോത്തിനും നമുക്ക് എത്രയോ പേരെ ലോകത്തറിയാം ഉള്ളവർ കൊടുക്കാറുണ്ട്. അസാമാന്യമായി കൊടുക്കുന്നവരുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും വരും. സോ ഓൾവേസ് അതും കൊടുക്കുമ്പോൾ സന്തോഷത്തിനാണ് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ കൊടുത്തത് അവരിലോട്ട് പോയി, അവരത് ഉപയോഗിച്ച് അവരിൽ നിന്ന് മറ്റൊരാളിലോട്ട് പോയി. പണ്ടതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പണത്തിന് ചക്രം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ഇറ്റ് കീപ്സ് ഓൺ റോളിങ്. ഒരാളിൽ നിൽക്കില്ല. നിന്നാൽ അത് പോയി, അതിൻ്റെ വാല്യൂ പോയി. വീണ്ടുകൊണ്ടേയിരിക്കണം. ഇറ്റ്സ് നൈസ്. അപ്പോൾ ചക്രത്തോടു കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാനിനി പോയി കുറച്ച് മഞ്ഞയും മേക്കപ്പ് റിമൂവറൊക്കെ വാങ്ങിച്ച്, പുള്ളി മേക്കപ്പ് തൊടാത്തതുകൊണ്ട് ഒന്നും റിമൂവ് ചെയ്യണ്ട. ഞാൻ മേക്കപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ബൈ. ഇനി നാളെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഡേ ലൈറ്റിൽ ഒരു ഫ്യൂ വിഷ്വൽസ് കൂടെ എടുത്ത് നമുക്ക് ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ആക്ച്വലി വെളുപ്പിനെ എണീക്കാം, ലേക്ക് കാണാൻ പോവാന്നൊക്കെ അമ്മൂനോട് പറഞ്ഞിരുന്നു. പക്ഷേ അമ്മും ഹൻസും അതുപോലെ രാവിലെ എണീറ്റു. ഞങ്ങൾ എണീറ്റപ്പോൾ ലേറ്റായി. ഞാനെങ്കിൽ ചെന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് കിടക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ 7 മണി കഴിഞ്ഞിട്ട് എണീറ്റ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിന് റാഗി കൊണ്ടുണ്ടാക്കിയ ഒരു പുതിയ ഐറ്റം ഇവിടുന്ന് കഴിച്ചു. ഇനി അതിനെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ആക്കാം. ഞാൻ ആക്ച്വലി കുറച്ച് കാലം മുമ്പ് ഈ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാഗിയുടെയൊക്കെ റെസിപ്പീസ് ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. റാഗി അധികം ഒന്നും ആക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ആകെ ആക്കുന്നത് റാഗി പുട്ടാക്കാറുണ്ട്, എപ്പോഴോ റാഗി ഇടിയപ്പം ആക്കിയിട്ടുണ്ട്, പിന്നെ ബേബീസിന് കൊടുക്കാൻ റാഗി കുറുക്കാക്കാറുണ്ട്. അല്ലാതെ റാഗിയെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് റാഗിയുടെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ. ബിക്കോസ് അത് നല്ലതാണല്ലോ, ഗുഡ് ഫോർ ഹെൽത്ത് ആണ്, ഫുള്ള് അയണാണ്. നമ്മുടെ വീട്ടിൽ ബ്ലഡ് ഡെഫിഷ്യൻസി ഉള്ളവരാണ് ധാരാളം. എനിക്കും ഹീമോഗ്ലോബിൻ കുറവാണ്, അമ്മൂന് കുറവാണ്, എൻ്റെ ഫാദറിന് കുറവാണ്. മഴ പെയ്യാൻ പോവാണോ? അപ്പോൾ ഏതായാലും അടിപൊളി ഐറ്റം ഞാൻ ഇന്ന് പഠിച്ചു. പേരറിയില്ല, പക്ഷെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളായിട്ട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇതൊരു കോളം. അല്ല, എന്താ ശ്രമിക്കുന്നത് ആക്ച്വലി? മുമ്പത്തെ നല്ലത് പറ്റിയത്. മുമ്പത്തെ അമ്മൂന് കിട്ടിയ നല്ല പോലെ അത് നല്ല പോലെ പോയി. ബ്യൂട്ടിഫുൾ. കൃഷ്ണകുമാർ അത് പൊളിയായിരുന്നു. ഞാൻ എപ്പോഴും അത് കുറെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അതുപോലത്തെ ഒരു കല്ല് കിട്ടുന്നില്ല. അങ്ങനത്തെ കല്ല് കാണുമ്പോൾ വെള്ളം മഴ ചാരി തുടങ്ങി. അയ്യോ, ഇന്നലെ നമുക്ക് ഡിന്നർ സെറ്റ് ചെയ്ത് തന്ന സ്ഥലം, ഇന്നലെ നമ്മൾ ഊഞ്ഞാലാടിയ സ്ഥലം. പരിചയമില്ലാത്ത ഒരു ചെടി, പരിചയമുള്ള ഒരു ചെടി. ഇതെന്ത് ചെടി എന്നറിയാവോ? മരം.
ദിസ് ഇസ് കടച്ചക്ക. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ അതിന് ശീമച്ചക്ക എന്ന് പറയും. ദിസ് ഇസ് എ ഹ്യൂജ് പേരയ്ക്ക മരം. ഇങ്ങനെ നോക്കി നോക്കി ഞാൻ ഇരിക്കുവാണ്. ലൈക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് സോ ക്ലോസ് ടു ട്രിവാൻഡ്രം ദിസ് പ്ലേസ് വാസ്. ആൻഡ് ഐ നെവർ ന്യൂ. ഇങ്ങനെ ഹസീന പറയാം, ഹസീനയൊക്കെ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. അവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ട്രിവാൻഡ്രം വഴി അല്ലാതെ വരാനുള്ള സമത റൂട്ട് ഇസ് ദേ. തിരുനെൽവേലിയിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു 2 hours വരാം. സോ അവർ വളരെ ഓഫൺ വന്നു പോകുന്ന ഒരു റിസോർട്ടാണ്. ആൻഡ് ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് മിക്ക ടൂറിസ്റ്റുകളും എല്ലാവരും തമിഴരാണ്. മലയാളികൾ ആരെയും കണ്ടില്ല. സ്റ്റാഫൊക്കെ തന്നെ കുറച്ച് പേരാണ് മലയാളികൾ, കൂടുതലും തമിഴരാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് വി ആർ ഫുള്ളി ഇൻ തമിഴ്നാടു ഫീലാണ്. ബിക്കോസ് ടൂറിസ്റ്റും എല്ലാവരാണ്. ഇങ്ങനെ കുറച്ച് പുറത്തുനിന്നുള്ള വിദേശികളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കിച്ചു പറയായിരുന്നു ഇതിൻ്റെ ഓണേഴ്സ് ആ ഫ്രം ട്രിവാൻഡ്രത്തുള്ളവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനെക്കുറിച്ചൊന്നും അറിയാതിരുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എ പ്ലേസ് ലൈക്ക് വീൽ വോണ്ട് ടു കം ബാക്ക് അഗൈൻ ആൻഡ് അഗൈൻ. നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ട്രിവാൻഡ്രത്ത് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 2 ദിവസത്തേക്ക് ലെറ്റ്സ് ഗോ സംവെയർ എന്നും പറഞ്ഞ് നമുക്ക് അവരെ ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന 2 ദിവസം യു വോണ്ട് ടു ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ഓൾ ദ തിരക്കും ബഹളവും. ആൻഡ് യു ജസ്റ്റ് വോണ്ട് ടു മാക്സിമം നമുക്ക് ആ പ്രകൃതിയായിട്ടൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ധാരാളം ഫ്രഷ് എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളം തന്നെ അടിപൊളിയാണ്. ഇന്നലെ കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മുടി സോഫ്റ്റായെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വീണ്ടും തല കുളിച്ചു. കേട്ടോ, അമ്മൂനോട് പറയായിരുന്നു അടിപൊളി വെള്ളമാണ്. നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ സിറ്റിയിൽ കിട്ടുന്ന വെള്ളം ഒരിക്കലും അത്ര നല്ലതല്ലല്ലോ. എന്തായാലും ഒത്തിരി ക്ലോറിനും എല്ലാം ഉണ്ടാവും നമ്മൾ സിറ്റി വാട്ടറിൽ. ഇതുപോലെ വല്ല ഹിൽ സ്റ്റേഷൻ ഏരിയാസിലോ അല്ലെങ്കിൽ നമ്മളതുപോലത്തെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആണ് എനിക്കൊക്കെ എൻ്റെ മുടി കുറച്ച് റഫ് മുടി ആയതുകൊണ്ട് നല്ല വെള്ളത്തിൽ കുളിക്കുമ്പോൾ വ്യത്യാസം പെട്ടെന്നറിയാം. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കും സിൽക്കി ഹെയർ ജന്മനം ഉള്ളവർക്കൊന്നും അത്രയ്ക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഞാൻ ഊട്ടിയിലായിരുന്ന സമയത്ത് എനിക്ക് കേളി ഹെയർ ആണെന്ന് ഐ വാസൻറ്റ് ഈവൻ അവെയർ. ബിക്കോസ് ഐ വാസ് ബോൺ വിത്ത് സ്ട്രെയിറ്റ് ഹെയർ. അത് സ്ലോലി ഒരു വേവിയിലോട്ട് മാറിയത്. ഊട്ടിയിലൊക്കെ ആയിരുന്നപ്പോൾ I had just okay wavy പോലത്തെ ഹെയർ. ഐ ഡിഡ്ന്റ് ഈവൻ നോ ഇറ്റ് വാസ് കേളി. ബിക്കോസ് അവിടുത്തെ വെള്ളം അത്ര നല്ലതായിരുന്നു. ആൻഡ് എൻ്റെ മുടി എപ്പോഴും മെയിൻറ്റെയിൻഡ് ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോഫ്റ്റ്. ഇങ്ങനെ ബുഷി പോലെ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് കോളേജിൽ ചേരാനായിട്ട് വന്ന് കാലങ്ങളോളം ട്രിവാൻഡ്രത്ത് നിന്ന് ട്രിവാൻഡ്രത്തെ വെള്ളം യൂസ് ചെയ്ത് പിന്നെയാണ് എൻ്റെ മുടി ഒരു കേളി ഹെയർ എന്നുള്ളൊരു ഫീലിലോട്ട് എത്തിയത്. ഞാൻ എൻ്റെ മുടിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരിക്കലും പണ്ട് അതിനെ കേളി ഹെയർ ആയിട്ടല്ല പറയുന്നത്. പിന്നെയാണ് അത് കേളിയായിട്ട് വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ചെയ്യണം ദാറ്റ് നല്ല വെള്ളം എന്ന്. തൃശ്ശൂർ പോകുമ്പോൾ എനിക്ക് അവിടെ ഏത് ഹോട്ടലിൽ താമസിച്ചാലും അവിടെ നിന്ന് കുളിച്ച് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മുടി നല്ല സോഫ്റ്റായി നന്നായും തോന്നാറുണ്ട്. അതുപോലെ ഊട്ടി പോകുമ്പോഴായാലും ഞാനിപ്പോൾ വല്ലപ്പോഴും ഹസീനയുടെ വീട് തിരുനെൽവേലിയിലേക്ക് പോകുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കിണർ വെള്ളമായിരിക്കാം. കിണർ വെള്ളം യൂസ് ചെയ്യുമ്പോൾ നല്ല ഫീൽ. ഞങ്ങളുടെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വീട് മരുതൻകുഴിയിൽ അവിടുത്തെ കിണറിലും നല്ല വെള്ളമല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ കിണർ കൺസ്ട്രക്ഷൻ പേർപ്പസിനൊക്കെ യൂസ് ചെയ്തു. പിന്നെ അങ്ങനെ എനിക്ക് വേണം അവരതിനെ വേറെ എന്തോ ആക്കി മാറ്റി കിണറായിട്ട് വെച്ചില്ല. ബിക്കോസ് ചെളി വെള്ളമായിരുന്നു. അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്തിനെങ്കിലും നമുക്ക് കിണർ വെള്ളം യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ അവിടെ കിണർ വെള്ളവും അത്ര നല്ലതല്ല, പ്യുവർ വാട്ടർ അല്ല കിട്ടിയിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ചുറ്റിപ്പറ്റിയൊക്കെ ഉള്ള ആൾക്കാർ, ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരൊക്കെ യു ആർ ജസ്റ്റ് വണ്ടറിങ് വേ യു വോണ്ട് ടു ഗോ ഫോർ എ വീക്കെൻഡ്, ഡു കം ടു ദിസ് പ്ലേസ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അൽപ്പിട്ട് നോക്കി. സച്ച് എ നൈസ് പ്ലേസ്. ഇന്നാ തിരിച്ചു പോകണേ. ശരിക്കും പറഞ്ഞാൽ മനസ്സ് പറയുന്നത് ഒരു ദിവസം കൂടെ നിൽക്കാം, ഇന്നും കൂടെ നിന്നിട്ട് നാളെ പോയാൽ മതിയെന്ന് ഇപ്പോൾ തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മു ബർത്ത്ഡേ സർപ്രൈസ് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഐ വാസൻറ്റ് ഈവൻ അവെയർ. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന്. ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഇതൊരു 2 day ട്രിപ്പ് ആക്കി എന്നെ. ഇന്നൊക്കെ തന്നെ നമുക്ക് വി ഹാവ് ടു ചെക്ക് ഔട്ട് ബൈ 12 ഐ തിങ്ക്, ബിക്കോസ് ഓൾറെഡി ബുക്കിംഗ്സ് ഉണ്ട്. ഫുൾ സോൾഡ് ഔട്ടായിട്ട് പോണ റിസോർട്ടാണെന്ന് കേട്ടോ. അറിയാമായിരുന്നെങ്കിൽ നമ്മൾ തുടങ്ങി ഇന്ന് സാറ്റർഡേയും കൂടെ നിന്നിട്ട് സൺഡേ രാവിലെ പോയാലോ എന്ന് ഞാൻ പറഞ്ഞേനെ.
ബിക്കോസ് എത്ര നേരം വേണോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, നോക്കിക്കൊണ്ടേയിരിക്കാം. നോക്കൂ, ഒരു പശു എത്ര നേരമായിട്ടത് പുല്ല് കഴിക്കുന്നു. ലാവിഷ്. ഇവിടെയൊക്കെ ഇതുപോലെ വന്നിട്ട് ജീവിക്കാൻ പറ്റുന്ന ഈ ആനിമൽസ് ആർ ഓൾസോ വെരി ലക്കി കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ്. ഓ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കോട്ടേജസ്. ക്യാൻ യു സീ? സിനിമാറ്റിക് ഇട്ടേക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ലല്ലേ. എൻ്റെ വീഡിയോക്ക് എത്ര ലെങ്ത് ആയെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഭയങ്കര നല്ല മൂഡിലാണ് ഞാൻ. എനിക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങനെ ചലബലാ സംസാരിച്ചുകൊണ്ടിരിക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിച്ചാൽ സ്കിപ്പ് ചെയ്യൂ കേട്ടോ. ഇഷാനി ഹൻസുവും അമ്മും താമസ റൂമിലോട്ട് വന്നു. അവരവർ മാരത്തോൺ ഉറക്കത്തിലാണ്. ഇഷാനി പറഞ്ഞു, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒരൊറ്റ മനുഷ്യൻ എണീപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് പറയാം. 2 റൂമിൻ്റെയും ചെടികളും മറ്റുമൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ. സി, ദിസ് ഈസ് ഡിഫറെൻറ്റ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇത് ഇവരുടെ പൂൾ ഏരിയ. നൈസ്. ഇതാണ് ശാലിനി, ഞങ്ങളുടെ റിസോർട്ടിലെ ഹൗസ് കീപ്പിങ്ങിലുള്ളതാണ്. ഇന്ന് എൻ്റെ കമ്മൽ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പം ഞാനത് തിരിച്ച് കിട്ടുന്ന പ്രതീക്ഷയാണ്. ഈ ഗാർഡനിലൊക്കെ രാവിലെ ഞാൻ നടന്നായിരുന്നു. ശാലിനി പാവ ഓടി തപ്പി എടുത്ത് കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ചെവിയിൽ നിന്ന് സ്ക്രൂ ഒന്നുമില്ല, ഫുൾ കമ്മലായിട്ട് ഇളകി വീണ് പോയതാ. ആൻഡ് താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ ഇവരുടെ റൂമിലോട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൊട്ടപ്പോൾ ചെവിയിൽ കമ്മലില്ല. അയ്യോ, ഇതെവിടെ പോയി? അങ്ങനെ ഞാൻ പഴയ ഫോട്ടോസ്, ഇന്നലത്തെ ഫോട്ടോയിലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ നോക്കിയപ്പോൾ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഞങ്ങളുടെ റൂമിലോട്ട് വന്നപ്പോൾ ഇവിടെ ഇന്നലെ പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ നോക്കിയപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഹോപ്പില്ല അത് കിട്ടും. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വീണാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഞാനും അമ്മ ഒരുപാട് നേരം ഇവിടെയൊക്കെ നടന്നു. ഹോപ്പില്ല. കുഴപ്പമില്ല, ഡിസൈറിൽ പോയിട്ട് പുതിയ ഒരെണ്ണത്തിന് ഓർഡർ കൊടുക്കാം. ആദ്യം ചെവി ഇങ്ങനെ പഞ്ചറായിരിക്കുന്നതിനെ ഫിക്സ് ചെയ്യുന്നൊക്കെ ഓർത്തു നിന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി വന്നു. മാം, ആ ടെലിഫോണൊക്കെ ഇരിക്കുന്നതിനിടെ തറയിൽ കിടന്ന് ഇതാണോ ഞാൻ പറയും കൊണ്ടുവന്നു. ദറ്റ് ഫീലിംഗ് വാസ് റിയലി നൈസ്. ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ചില ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മളിനി ജീവിച്ചിരിക്കണം അത്രത്തോളം കാലം ഈ റിസോർട്ടൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തിരിക്കാൻ ചില കാരണങ്ങളും ഓർത്തിരിക്കാൻ ചില മുഖങ്ങളും. അപ്പം ഞാൻ ഇനി എന്ന് ഇതിനെക്കുറിച്ച് ഓർത്താലും ഐ തിങ്ക് ഓഫ് ശാലിനി, ഐ തിങ്ക് ഓഫ് ഹൗ അത് വേഗം പിക്ക് ചെയ്ത് എനിക്ക് ഓടിക്കൊണ്ടുവന്ന് തന്നത്. സോ താങ്ക് യു ശാലിനി. ആൻഡ് ഇനി വെനെവർ നമ്മൾക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് എവിടെയെങ്കിലും നമുക്കൊരു 2 ദിവസം ഒരു സ്റ്റേക്കേഷന് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ വി ഹാവ് എ പ്ലേസ് ടു കം. ഹൻസ് ഓൾസോ ലവ് ദ പ്ലേസ്. മറ്റന്നാൾ എക്സാം ആണ്, ബട്ട് അതൊന്നൊരു പ്രശ്നമല്ല നമുക്ക്. നമ്മളിവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. അവർ ലഞ്ച് ഓർഡർ ചെയ്യുന്ന ആ സമയത്ത് ഇവിടെ ഹൻസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അമ്പലങ്ങളിൽ കാണുന്നൊരു പൂവാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂവാണത്. ആദ്യമായിട്ടാണ് അമ്പലം അല്ലാത്തൊരു സ്ഥലത്ത് ഞാനതിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ട്സിലൊക്കെ ഇത് കാണും. അതും പലപ്പോഴും ഒരു കാവൊക്കെ കാണും. ഈ നാഗത്തിൻ്റെ കാവൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ചെടി കാണും. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇറ്റ്സ് ഗോട്ട് ബ്യൂട്ടിഫുൾ സ്മെൽ. ഇതിൻ്റെ ഓരോ പെറ്റൽസിലും ഒരു സർപ്പം പറ്റി വിടർത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ്. നോക്കിയേ, ബ്യൂട്ടിഫുൾ ട്രീ. ആർക്കെങ്കിലും ഈ മരത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഓക്കെ, ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ പോവാം. ഈ ബ്യൂട്ടിഫുൾ റിസോർട്ടിൻ്റെ ഓണറാണ്. അകത്ത് നോക്കും. ശിവലിംഗം കണ്ടിട്ടില്ല. ഇത് താമര. നാഗമല്ലി എന്ന് പറയും. ശിവൻ കോവിൽ. അതെ ശിവന്റെ അമ്പലത്തിലാണ്. സാർ ഒരു ഫോട്ടോ എടുത്തോളൂ. സൂപ്പർ. എന്തല്ലേ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിൽ വന്നിട്ട് വി ആർ ലീവിങ്. ഓണേഴ്സും ഒക്കെ കാണാൻ പറ്റി. ഓണറും ഓണറിൻ്റെ മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ വി വർ ലക്കി എനഫ് വി കുഡ് മീറ്റ് ദം.
ഇറ്റ് വാസ് നൈസ്. അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നു, കുറച്ച് പേര്, അങ്ങനെ അവരെയൊക്കെ കണ്ടു. എന്താ വല്ലതും കാണാനില്ലേ? എവിടെ പോയാലും എല്ലാം കൊണ്ട്. കിച്ചുവിൻ്റെ ഈ ബാഗിനെ ഞങ്ങൾ വിളിക്കുന്നതാണ് ജോൺ ഹൊനായുടെ ബാഗ്. ആൻഡ് ജോൺ ഹൊനായി കിച്ചു ആക്ട് ചെയ്ത് നമ്മുടെ ഋഷഭാവ ചേട്ടൻ കിച്ചു ആക്ട് ചെയ്ത സീരിയലിൽ കിച്ചുവിൻ്റെ അച്ഛനായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ രസം എന്താ, ഇവിടെ അടുത്ത പാറശാലയിലായിരുന്നു എൻ്റെ ഭാഗം ഷൂട്ട് ഇവിടെ അടുത്തോ? ഋഷഭാവും ഞാനും നമ്മൾ 3-4 വയസ്സ് വ്യത്യാസം. എൻ്റെ അച്ഛൻ ഋഷ. ബൈ ബൈ. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തി. കിച്ചു ഡ്രൈവ് ചെയ്തുകൊണ്ട് നല്ലൊരു ഡ്രൈവായിരുന്നു. തിരിച്ച് വീടെത്തി. എന്നിട്ട് ഞാനൊന്ന് പുറത്ത് പോയി, എനിക്ക് ഡിസയറിൽ പോകണ്ടായിരുന്നു, അവിടേക്കൊന്ന് പോയി. എന്നിട്ട് തിരിച്ച് വന്നു. കഴുകാനുള്ള തുണികളൊക്കെ എടുത്തിട്ടു, ഡ്രൈ വാഷ് ചെയ്യാനുള്ളതൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഹൻസു കുളിച്ചു, പഠിക്കാൻ പോയി. അമ്മ ഒന്ന് പുറത്ത് പോയി. ഇഷാനിക ഇവിടെ ഉണ്ട്. ഓസി ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഇല്ല, പുറത്ത് പോയിക്കുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ബേബിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ്. സോ എൻ്റെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് കുറച്ച് എന്തൊക്കെയോ ഉള്ളൊരു വ്ളോഗാണ്. മെയിൻലി ഞങ്ങൾ പോയ സ്ഥലങ്ങളും പിന്നെ ബർത്ത്ഡേയുള്ള കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.